ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു വേദി ഒരുക്കി തന്ന എനർജി മാനേജ്മെന്റ് സെന്റർ ഡോക്ടർ ഹരികുമാർ സാറിനും മറ്റു ഉദ്യോഗസ്ഥർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് നിറവ് 2024 എന്ന ഈ പരിപാടി ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. ഞങ്ങൾ ശ്രീകാര്യം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ഞാൻ ആദിത്യൻ 9ാം തരത്തിൽ പഠിക്കുന്നു. ഞാൻ ദുർഗ ശ്രീകുമാർ 8ാം തരത്തിൽ പഠിക്കുന്നു. ഞങ്ങളാണ് ഇന്നത്തെ പ്രത്യേക പരിപാടിയുടെ അവതാരകർ. നവംബർ 1 കേരളപ്പിറവി ദിനം. ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചിയോട് മലബാർ ജില്ലയും തെക്കേ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. അതിന്റെ ഫലമായി കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടമാകുകയും ഗുണ്ടല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. ഇന്ന് 14 ജില്ലകളോട് കൂടി സാമൂഹിക സാംസ്കാരിക സാക്ഷരതാ രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചു വരികയാണ് നമ്മുടെ സംസ്ഥാനം. ദേശത്തിന്റെ ശക്തിയും സൗന്ദര്യവും വർണ്ണിക്കുന്നവയാണ് ദേശഭക്തി ഗാനങ്ങൾ. ദേശഭക്തി ഗാനം ആലപിക്കുന്നതിനായി അനന്തതയെയും സംഘത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ജനത ഉയർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി ഒരൊറ്റ ഇന്ത്യ ഒരു ജനത ഉയർത്തുടി മുഴക്കുമീണം പഴമൊഴിയിൽ പുലരൊളിയായി നാം നെയ്ത സ്വപ്നം ജനപദങ്ങളിൽ അലയിളകി ഒരൊറ്റ ഇന്ത്യ ഒരു ജനത. താതണി പാടിയ ശാരിക കുയിലുണർത്തിയ മലയാളം നകൃതിന കാലിലെ നാട്ടിയ മഞ്ഞല കുളിരിനഴകു കവർന്ന ശിശിരം നകൃതിന താതണി പാടിയ ശാരിക കുയിലുണർത്തിയ മലയാളം കാലിലെ നാട്ടിയ മഞ്ഞല കുളിരിനഴകു കവർന്ന ശിശിരം പൂവിൻ പവനുതിരും പൂജാതളി തീരം കാറ്റിൻ കതിരുതിരും ഗംഗാതള ഭൂമി സുജലം ഹരിതം സുരഭശുഭം. കടലിന്റെ ലാളനയേറ്റം വളർന്ന നമ്മുടെ മലയാള നാട് പർവ്വതങ്ങളും താഴ്വാരകളും നദികളും കായലും കൊണ്ട് പച്ചപ്പ് കൊണ്ട് പ്രകൃതി രമണീയമായ കേരളം. വടക്ക് കിഴക്ക് കർണാടക, തെക്ക് കിഴക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടലും അങ്ങനെ എത്ര മനോഹരമായ ഭൂപ്രദേശമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മലയാള നാടിന് ഇന്ന് 68 വയസ്സ്. ലളിത സംഗീതം കാതിനും മനസ്സിലും കുളിർമ നൽകുന്നതാണ്. അത്തരത്തിൽ കാതിനും മനസ്സിനും കുളിര് പകരുന്ന ഗാനവുമായി എത്തുന്നു പ്രിയ സുഹൃത്ത് അനന്തിത. തുണ്ണിമാഷിന്റെ വാക്കുകളിലൂടെ വായനയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. ഭാഷയെ അടുത്തറിയാൻ കഴിയുന്ന വായനയിലൂടെ തന്നെയാണ്. അത്തരത്തിൽ വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ച് ഉള്ള അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി പ്രിയ കൂട്ടുകാരി ശിവനന്ദയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ പേര് ശിവനന്ദന SR. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നന്ദന എഴുതിയ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന ഒരു നോവലിനെ കുറിച്ചാണ്.
നന്ദനാർ ഒരു നല്ല നോവലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഗോപാലൻ. ഈ നോവലിൽ ഓരോ കൃതികളായി ഉണ്ണിക്കുട്ടൻ എന്ന ഒരു കൊച്ചുകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ചെടികളും മരങ്ങളും മൃഗങ്ങളും വേട്ടാളൻ കൂടുകളും തൊടികളും പക്ഷികളും ഉണ്ണിക്കുട്ടനോട് വർത്തമാനങ്ങൾ പറഞ്ഞു. അവയുടെ പുഞ്ചിരിയിലൂടെ കിന്നാരത്തിലൂടെ ഉണ്ണിക്കുട്ടന്റെ ലോകം വളരുകയായി. അച്ഛനും അമ്മയും കുട്ടേട്ടനും അമ്മിണിയും മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടനായരുടെ സഹപാഠികളും അവന്റെ കിളുന്ന മനസ്സിൽ വിസ്മയങ്ങളുടെ പുതിയ ചിത്രങ്ങൾ വരച്ചു. വേനലും മഞ്ഞും മഴയും ഉണ്ണിക്കുട്ടന്റെ ലോകത്ത് ആയിരം വർണ്ണത്തിരയും അവന്റെ ഹൃദയത്തെ ഉമ്മ വെച്ചു നിർത്തി. കുസൃതി തരിപ്പുകളുടെ വിസ്മയങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ കഥയാണ് അവാച്യസുന്ദരമായ ഈ നോവൽ. നമ്മളെപ്പോലെ തന്നെ കുസൃതിയും ഈ ലോകത്തെക്കുറിച്ച് പുതിയ പുതിയ അറിവുകൾ നേടാനും ഉണ്ണിക്കുട്ടൻ ആഗ്രഹിക്കുന്നു. മനസ്സിനും കുളിര് പകരുന്ന മറ്റൊരു ലളിതഗാനവുമായി എത്തുന്നു പ്രിയ സുഹൃത്ത് അഖി. ഗോദാവരിയുടെ തീരങ്ങളിലെ ഗോവേദകമണി സന്ധ്യകളെ സീതാദുഃഖം ഉറഞ്ഞൊരു ഗാനം ചേതസ്സിലുണ്ടോ പറയുക നീ. നാടൻ പാട്ടുകളിൽ നിന്നും ഉടലെടുത്ത ഭാവനയുടെ വിവിധ തലങ്ങളിലെ നമ്മളെ കൈപിടിച്ചുയർത്തിയ സാഹിത്യ രൂപമാണ് കവിതകൾ. താളത്തിൽ ചൊല്ലി അവതരിപ്പിക്കുന്ന കവിതകൾ മനസ്സിൽ മായാതെ കിടക്കുന്നവയാണ്. നിങ്ങൾക്കായി കവിത പാരായണവുമായി വീണ്ടും എത്തുന്നു പ്രിയ സുഹൃത്ത് അനന്തിത. സദസ്സിന് വന്ദനം. ഞാനിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പ്രശസ്ത കവി ശ്രീ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച പ്രേമസംഗീതം എന്ന ഖണ്ഡകാവ്യത്തിലെ ഏതാനും ചില വരികളാണ്. പ്രേമസംഗീതം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരയ്ക്ക നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗതയാദിവ പുസ്സം പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിനൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൻ, അഹോ തമസ്സ മതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. പ്രിയ സ്നേഹിതൻ ആദർശിനെയും സംഘത്തെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ, ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ട് മനസ്സാണ് പുന്നര മോളെ എൻ്റെ ഇളക്കിളിയേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ട് മനസ്സാണ് പുന്നര മോളെ എൻ്റെ ഇളക്കിളിയേ. നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെ ഉറക്കാനായി. നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെ ഉറക്കാനായി. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ, ചന്ദനപ്പൂമയിലേ, ചന്ദനപ്പൂമയിലേ, ചന്ദനപ്പൂമയിലേ. കരിതോല പായ വിരിച്ച് പായല് പറന്നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ. പായ വിരിച്ച് പായല് പറന്നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും
എൻ്റെ അമ്മാവന്മാര് പൊന്നേ ആയേ ഓ ആയേ ഓ എന്നെക്കാൾ ചന്തത്തോടും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇതുവരെ വന്നില്ല എന്റെ ഞാനിറങ്ങില്ലേ എന്താ വര കണ്ണില്ലേ തിറങ്ങി മുന്നില്ലേ നല്ല മുന്നില്ലേ എന്റെ ഞാനിറങ്ങില്ലേ എന്താ വര കണ്ണില്ലേ തിറങ്ങി മുന്നില്ലേ നല്ല മുന്നില്ലേ എന്നെക്കാൾ ചന്തത്തോടും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൽ ഇതുവരെ വന്നില്ല ഇതുവരെ വന്നില്ല ഇതുവരെ വന്നില്ല ആനന്ദോം ആനന്ദോം ആനന്ദമാകുന്നേ ആവിയായി നടന്ന തൂമേ ഭൈരവനാകുന്നേ ആനന്ദോം ആനന്ദോം ഭൈരവനാകുന്നേ ആവിയായി നടന്ന തൂമേ ഭൈരവനാകുന്നേ ആനന്ദോം ആനന്ദോം ഭൈരവനാകുന്നേ ആവിയായി നടന്ന തൂമേ ഭൈരവനാകുന്നേ യോഗിയായി നടന്ന തൂമേ ഭൈരവനാകുന്നേ യോഗിയായി ധരിച്ച തൂമേ ഭൈരവനാകുന്നേ യോഗിയായി നടന്ന തൂമേ ഭൈരവനാകുന്നേ യോഗിയായി ധരിച്ച തൂമേ ഭൈരവനാകുന്നേ കരിന്തോല ധരിച്ച തൂമേ ഭൈരവനാകുന്നേ മലയാളനാടിന്റെ പ്രശസ്തി ഭാരതമാകെ ഉയർത്തു നിന്നാൽ ഏറെ പങ്കുവഹിച്ച മഹാധരന്മാരായിരുന്നു ഇവിടത്തെ കവികളും സാഹിത്യകാരന്മാരും. സമസ്ത മേഖലയിലും നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ നാമം ലോക മനസ്സിൽ എത്തിച്ചതിൽ ഈ നാടിന്റെ ശാസ്ത്രജ്ഞരുടെ പങ്ക് പ്രശംസനീയമാണ്. ലോകത്തിന്റെ ഏതു കോണിലും നവംബർ 1 എന്ന ദിവസം മലയാളികൾ കേരളപ്പിറവി ദിനമായി ആചരിക്കുന്നു. അത് നമ്മുടെ ഒരു വികാരമാണ്. വൈകിയ വേളയിലും ഞങ്ങളുടെ ഈ പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ദേശീയഗാനം ആലപിക്കുന്നതിനായി പ്രിയ സുഹൃത്തുക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब